ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് റംഷാസ് വേൾഡ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ കഴിച്ചാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മാങ്ങ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ പറമ്പിൽ പോയിട്ട് അവരുടെ ആളെയും കൂട്ടി പോയിട്ട് മാങ്ങ പറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചെറിയൊരു സ്ട്രഗിൾ തന്നെ ആയിരുന്നു. എങ്ങനെയൊക്കെ കൊക്കയൊക്കെ കെട്ടി പറിച്ച് കുറച്ച് മാങ്ങ പറിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മാങ്ങയാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇത് എടുത്ത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ചുന കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വാഷ് ചെയ്ത് ഒന്ന് വെള്ളം പോയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു മാങ്ങ എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ അച്ചാറിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫാനാണ്. ഭയങ്കര എന്താ പുട്ടിനും പത്തിരിക്ക് വരെ അച്ചാർ കൂട്ടുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഈ നോമ്പിനൊക്കെ അത്താഴത്തിനൊക്കെ അച്ചാറുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ അച്ചാർ കുനുകുന അരിഞ്ഞ് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അത് പച്ചമുളക് ഇതാ നീളത്തിൽ ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഉണ്ട്, അതേപോലെ അരിഞ്ഞിട്ടിട്ടും ഉണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി എടുക്കാം, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലെടുത്ത് കുറച്ച് കടുക് എടുത്തിട്ട് പൊട്ടിക്കാം. ഞാൻ കൂടുതൽ കടുക് ഉലുവ ഒന്നും ചേർക്കുന്നില്ല, കാരണം അച്ചാർപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉലുവ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കടുകെടുത്ത് പൊട്ടിച്ചൊന്നും മാത്രം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, വഴറ്റിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് മധുരത്തിലും കൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, മധുരത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു ഈത്തപ്പഴം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ അരിഞ്ഞിടുകയാണ് ചെയ്തത്. ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അച്ചാർ പൗഡറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചുകൂടെ നമ്മൾ വിനീഗറും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടിട്ടുണ്ട്. മാങ്ങ നമ്മൾ കൂടുതലായിട്ട് വഴറ്റുന്നില്ല. അപ്പോൾ ഓൾറെഡി ഇത് ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ, അതായത് ഉരുളിക്ക് ചൂടുണ്ട്, ആ ചൂടിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞളല്ല അച്ചാർ പൊടിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റായി വിനീഗറും കൂടെ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അച്ചാർ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവ് കണ്ടു. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് അച്ചാർപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ സെറ്റായി 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ പാകമായിട്ട് കിട്ടും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ബൈ ഫ്രം റംഷാസ്.